അപ്പോൾ അങ്ങനെ രാവിലെ 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എണീറ്റ് കുളിച്ച് റെഡിയായി. പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതേപോലെ തന്നെ ദൃശ്യം 3 റിലീസാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ദൃശ്യം 3 കാണാനുള്ള പരിപാടിയാണ്. ഒറ്റപ്പാലം ലാഡർ സിനിമാസിലെ ഫാൻ ഷോ 8 മണിക്ക്. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണം, എന്നാലാണ് തിരക്കിൻ്റെ ഇടയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ വീഡിയോ ദൃശ്യം 3 അതും പെട്ടോ എന്താ മോനെ ഒന്നും എന്റെടാ എൻ്റെ ഒരു ടിക്കറ്റ് ഒരെണ്ണം എടുക്കട്ടെ, ഒരെണ്ണം കൂടി എടുക്കട്ടെ. ദൃശ്യം 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 ഗവേഷണങ്ങൾ അനുസരിച്ച് കല്യാണം കോടതി ഒരു സ്ഥലത്ത് വാലുകാച്ചൽ, അവിടെ കല്യാണം. സിനിമയൊക്കെ കണ്ടിറങ്ങി ദൃശ്യം 3 എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും കാണും. അപ്പോൾ അതിലുള്ളതുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കുറച്ച് മെലോ ഡ്രാമ സീരിയൽ അങ്ങനത്തെയൊക്കെ പറയും. പക്ഷെ ആ ഒരു ഇൻ്റർവെൽ പഞ്ച് അവിടെ നിന്ന് അങ്ങോട്ട് പടത്തിൻ്റെ ഗ്രാഫ് കയറും. പിന്നീട് അങ്ങോട്ട് ആ പഴയ ജോർജ് കുട്ടിയും പോലീസും അവരുടെ ആ ബാറ്റിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ പടം അങ്ങോട്ട് കയറി കൊളത്തും. ഹാഫ് കുറച്ച് ലാഗും ഇമോഷണലൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്, ലാഗായിട്ട് അങ്ങനെ പോവും. സെക്കൻഡ് ഹാഫിൽ അവസാനത്തെ ഒരു 25 മിനിറ്റാണ് പടത്തിൻ്റെ ട്വിസ്റ്റും ബാക്കി എല്ലാം ഉള്ളത്. അതിൽ ആ ട്വിസ്റ്റ് പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും, അത് ഡിപ്പെൻസ് ആണ്. ഇതിൻ്റെ ഓഫീസ് ഇവിടെ ഫുള്ള് ഇന്ന് സിനിമയുടെ കംപ്ലീറ്റ് പരിപാടികളാണ്. ഓരോരുത്തർ വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പടത്തിൻ്റെ റിവ്യൂ. നമ്മുടെ റിവ്യൂ ഒന്നുമല്ല, ഇങ്ങനെ വീഡിയോ എടുത്ത് റിവ്യൂ പറയുന്നു. പക്ഷെ അതിനൊന്നും ആൾക്കാരില്ല. ആൾക്കാർ വിളിച്ചു ചോദിക്കുകയാണ് സിനിമ എങ്ങനെയുണ്ട്, എന്താണ് സിനിമ, ലാലേട്ടൻ്റെ അഭിനയം എങ്ങനെ, കംപ്ലീറ്റ് ഇതാണ്. ഒറ്റപ്പാലം മൊത്തം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പടത്തിനെ കുറിച്ച് അറിയാൻ. ഒന്നൊരു അടിപൊളി സംഭവം നടന്നു. വേറെ ഒന്നല്ല, ഒരു കോള് വന്നോടെ ഫോൺ ഹാങ്ങായി. അപ്പോൾ ആരെ വിളിച്ചു ചോദിച്ചാൽ ജിഷ്ണു ശ്രീനാഥ് ആണ് ഹാങ് ആയത്, ഫോണല്ല. ഒരൊറ്റ കോള് മതി ഫോൺ വരെ ഹാങ് ആക്കാൻ കഴിവുള്ള ഒരാളാണ് വിളിച്ചത്. നമ്മുടെ അവിൻ മിൽക്കല്ലല്ലോ, ഷാർജ. അന്ന് ദുബായിൽ ഫേക്കിന്റെ വലങ്കയായ ഇതിന്റെ ഷാർജ. അവിൽ മിൽക്ക് കുടിക്കാൻ വന്നതാണ്, പക്ഷെ അവിൽ മിൽക്ക് കിട്ടിയില്ല. എന്നാലും ഒരു ഷാർജ ഷേക്ക് അങ്ങോട്ട് കുട്ടിച്ചിറങ്ങി. നല്ല മധുര, ഹെവി മധുരമായിരുന്നു. നമ്മൾ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് മൊത്തം മഴ. ഒറ്റപ്പാലം ഇന്നും ഫുള്ളും മഴയത്ത് മുങ്ങും. ഗ്ലാസ് മേടിക്കാം എല്ലാം. അത് നോക്കട്ടെ, ഇത് നിന്റെ അടുത്തുള്ളതല്ലേ? ഇത് പഴയ സെയിം ലുക്ക് ടോവിനോൻ്റെ. ഞാൻ നോക്കുമ്പോൾ കണ്ണെന്തോ ഒരു പിടുത്തം, ആ തോന്നൽ ഒഴുകാൻ ബാക്കിയെല്ലാം കൊള്ളാം. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ഗൈസ്.